അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട്, എന്താ കാണാൻ പറഞ്ഞെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ദ കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ ഓഫ് മാർക്സ്. റാങ്ക് കോറിലേഷൻ അറിയാലോ, കോറിലേഷൻ. ഓക്കെ, സോ റാങ്ക് കോറിലേഷൻ ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 10 സ്റ്റുഡൻസ്. ഒരു കാര്യം മനസ്സിലായി, എന്നിന്റെ വാല്യൂ കിട്ടി 10 സ്റ്റുഡൻസ്. ഇൻ ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ് രണ്ട് വേരിയബിൾസ് ഉണ്ട്. വാസ് ഫൗണ്ട് ടു ബി 0.5. അപ്പോൾ ആറിന്റെ വാല്യൂ കിട്ടി, R = 0.5. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ല കാണാൻ പറഞ്ഞത്. നോക്കാം. ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ്. സോ ഈ കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്തോ കണ്ടുപിടിച്ചത്. ദാറ്റ് ദ ഡിഫറൻസ് ഇൻ റാങ്ക്സ് ഇൻ 2 സബ്ജക്ട് ഒബ്റ്റൈൻഡ് ബൈ 1 സ്റ്റുഡന്റ് വാസ് റോങ്ലി ടേക്കൺ ആസ് 3 ഇൻസ്റ്റെഡ് ഓഫ് 7. അപ്പോൾ ഡിഫറൻസിന്റെ കോളത്തിനകത്ത് 7 എന്ന് പറയണ്ട അല്ലെ, റാങ്കിന്റെ ഡിഫറൻസ് എടുത്തതിന് കോളം ഉണ്ടല്ലോ, അവിടെ 7 എന്ന് എടുക്കേണ്ടതിന് പകരം റോങ്ലി ടേക്കൺ ആസ് ബൈ മിസ്റ്റേക്കലി 3 ആണ് എടുത്തത്. അപ്പൊ നമുക്ക് കിട്ടിയ മുകളിൽ തന്ന 0.5 എന്ന് പറയുന്ന ഈ വാല്യൂ തെറ്റിയിട്ടുണ്ട്. കാരണം എന്താ, അതിനകത്തുള്ള ഏതോ വാല്യൂ തെറ്റിക്കിടക്കുവാണ്. ഇത് കറക്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ നമ്മളതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എവിടെയായിരിക്കും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഏതൊക്കെയായിരുന്നു, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഇങ്ങനെ 2 സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അവർക്ക് റാങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, റാങ്ക് ഫോർ ഇംഗ്ലീഷും റാങ്ക് ഫോർ എക്കണോമിക്സും. എന്നിട്ട് അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ആര് വന്നു, 7 ആയിരുന്നു ശരിക്കും എടുക്കേണ്ടിയിരുന്നത്, അതിന് പകരം നമ്മൾ ബൈ മിസ്റ്റേക്കിൽ എടുത്ത് എത്രയാ, 3. അപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്ത് D² എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും അല്ലെ. ഇതിന്റെ തൊട്ടപ്പുറത്ത് D² എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ എത്ര എടുത്തത്, 9 എടുത്ത്. അത് തെറ്റല്ലേ, ശരിക്കും 7ന്റെ സ്ക്വയർ 49 ആണ് അവിടെ വേണ്ടിയിരുന്നത്. ഇതിന്റെ താഴെ σD² ഉണ്ടോ, ഇതാണ് കേസ്. അപ്പൊ ഈ σD² എന്ന് പറയുന്ന വാല്യൂക്കകത്ത് ആര് പെട്ടുപോയി, 9 തെറ്റായിട്ട് പെട്ടുപോയി. പക്ഷെ അത് തെറ്റല്ലേ, റെക്ടിഫൈ ചെയ്യണ്ടേ. അപ്പൊ 9 അവിടുന്ന് ഒഴിവാക്കിയിട്ട് റോങ് ആയിട്ട് കിടക്കുന്ന 9 അവിടുന്ന് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കിടക്കുന്ന ആരെ നമ്മളവിടെ റീപ്ലേസ് ചെയ്യണം, 49 റീപ്ലേസ് ചെയ്യണം. അപ്പം ആദ്യം ഈ σD² കണ്ടുപിടിക്കണം, അതിനകത്താണല്ലോ തെറ്റ് പറ്റിയത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. R = 1 - 6 × σD² ഡിവൈഡഡ് ബൈ n × n² - 1. അറിയുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ആറിന്റെ വാല്യൂ 0.5, അത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് കൊടുത്താലല്ലേ σD² തെറ്റായത് കിട്ടത്തുള്ളൂ. സോ 0.5 = 1 - 6 × σD² ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 10 ആണ്. സോ 10 × 10² 100 - 1 99. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 1നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും, -0.5 = -6 × σD² ഡിവൈഡഡ് ബൈ 990. ഓക്കെ, സോ 2 ഭാഗത്ത് മൈനസ് വന്നുകൊണ്ട് വെട്ടിക്കളഞ്ഞു. ഇതിനെവിടെ കൊണ്ടുപോയി ഞാൻ ഇൻറ്റു ചെയ്തു, ഇതിനെവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് എഴുതും, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി, വെറുതെ എഴുതി സമയം കളയണ്ട. ദാറ്റ് ഈസ്, ഞാൻ എഴുതി തരട്ടോ, പക്ഷെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി. 0.5 × 990 എന്ന് വരും, ഡിവൈഡഡ് ബൈ 6 = σD² എന്ന് വരും കേട്ടോ. സോ σD² ഓക്കെ, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി. 0.5 × 990 ഡിവൈഡഡ് ബൈ 6 = 82.5. സോ ഇതിനകത്തുനിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യണം, റോങ് ആയിട്ട് കിടക്കുന്ന ആളെ മൈനസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കിടക്കുന്ന ആളെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 82.5-നകത്തുനിന്ന് റോങ് ആയിട്ട് കിടക്കുന്ന ആളെ മൈനസ് ചെയ്തിട്ട് പ്ലസ് കറക്റ്റ് ആയിട്ട് കിടക്കുന്ന ആളെ റീപ്ലേസ് ചെയ്യാണ്. സോ 82.5 മൈനസ് ആരാ റോങ് ആയിട്ട് കിടക്കുന്നത്, 9 പ്ലസ് ആരെ റീപ്ലേസ് ചെയ്യണം, 49 അല്ലേ. അപ്പൊ എനിക്ക് ശരിക്കുള്ള σD² കിട്ടും. ഓക്കെ, എനിക്ക് ശരിക്കുള്ള σD² കിട്ടും. കാൽക്കുലേറ്റർ എടുക്കുക, 82.5 - 9 + 49 = അടിച്ചു കഴിഞ്ഞാൽ 122.5. സോ ഇതാണ് ശരിക്കുള്ള σD² എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളെ ശരിക്കുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏതാ ശരിക്കുള്ള ഇക്വേഷൻ വരുന്നത്, നമുക്ക് നോക്കാം അല്ലേ. R = 1 - 6 × σD² ഡിവൈഡഡ് ബൈ n × n² - 1. അറിയുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക. 1 - 6 × 122.5 ഡിവൈഡഡ് ബൈ 990. കാൽക്കുലേറ്റർ എടുക്കുക. 122.5 × 6 ഡിവൈഡഡ് ബൈ 990 = എടുക്കുക. ജസ്റ്റ് -1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 0.257. R = 0.257 അല്ലേ. അതായത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തെടുക്കാൻ പറ്റും, 0.26. ഓപ്ഷൻ
ബി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, വെറുതെ മിസ് ചെയ്യരുത്. ഓക്കെ.